ഹായ് ഗായ്സ്, ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെ, ഓണം തന്നെ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ പടക്കളം ടീംസിൻ്റെ വക എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഇന്ന് നമുക്ക് ഈ ദ്വീപിലെ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആൾക്കാരെ മാത്രം വിളിച്ച് ചെറിയൊരു സദ്യ കൊടുക്കണം. അത് തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്ന് ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഫുഡ് കുക്ക് ചെയ്യണത്. ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ സ്വന്തം ദീപുവണ്ണനും ഉണ്ട്. ദീപുവണ്ണൻ രാവിലെ എണീച്ച് കുളിച്ചൊരുങ്ങി സുന്ദരനായിട്ട് വന്നിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പരിപാടിയൊക്കെ അടുക്കളയിൽ തുടങ്ങി. പിന്നെ നമ്മൾ അമ്മയും അച്ഛനെയും വിളിച്ചു. അവരൊക്കെ നമ്മളെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഇന്ന് എൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ഓണമായിരുന്നു കേട്ടോ. ഓണം പ്രമാണിച്ച് രാവിലെ എണീച്ച് ഓരോരോ പരിപാടിയായിരുന്നു. ഞങ്ങളെയൊക്കെ ആദ്യം എണീറ്റത് ചേട്ടനാട്ടോ. ചേട്ടനാണെങ്കിൽ രാവിലെ തൊട്ടേ ഓടി നടന്ന് ഓരോരോ പണിയായിരുന്നു. പിന്നെ ചേട്ടൻ ദീപുവണ്ണനെ കുത്തിപ്പൊക്കി ദീപുവണ്ണ 6 മണിയൊക്കെ ആയപ്പോൾ വന്നു. പല പല കാര്യങ്ങളായിരുന്നു കേട്ടോ. ഞങ്ങൾ അടുക്കളയിലുള്ള ചെറിയ ചെറിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി. ഇവർ സാമ്പാർ, അവിയൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ നടക്കായിരുന്നു. ദീപുവണ്ണൻ പിന്നെ ഫുള്ള് വൈബായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. തുള്ളലോ ഡാൻസോ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പാട്ട് വെച്ചപ്പോഴും 3 പേരും അങ്ങ് തുടങ്ങി. ശരിക്കും പൊളി വൈബായിരുന്നു. കാരണം നമ്മൾ വീട്ടുകാരെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ഇവർ കളർഫുള്ളാക്കി കേട്ടോ. കാരണം നമ്മൾ വിചാരിച്ചില്ല ഇത്രയും ഒരു വൈബിൽ അങ്ങ് പോകുമെന്ന്. പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു. ഇവരെല്ലാവരും കൂടെ കൂടി ഡാൻസ് കളിച്ച് പിന്നെ ഞാനും ചേച്ചിയും വന്ന് ഞങ്ങൾ ചെറുതായിട്ടൊരു സ്റ്റെപ്പൊക്കെ ഇട്ട്. പക്ഷേ അടിപൊളിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മുടെ വീട്ടുകാരെ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. രാവിലെ തൊട്ടേ അവർ വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സാമ്പാർ ഇങ്ങനെ അടുപ്പത്ത് കിടന്നിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഞങ്ങളവിടെ തോരനും മറ്റേ ബീട്രൂട്ട് പച്ചടിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതിനിടയ്ക്കിലൊക്കെ പാട്ട് വെക്കുന്നതുകൊണ്ട് പാട്ടിൻ്റെ ഒരു വൈബ് ഉള്ളതുകൊണ്ട് എല്ലാം കൊണ്ടും സെറ്റായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി തുടങ്ങി, അത്തപ്പൂക്കളം. അതാണല്ലോ നമ്മുടെ തിരുവോണത്തിൻ്റെ മെയിൻ ഐറ്റം. നമുക്കിവിടെ ദ്വീപിൽ അങ്ങനെ പൂക്കളൊന്നും അധികം കിട്ടാത്ത കൊണ്ട് നമ്മൾ ഈ കളർ പൊടി വാങ്ങിച്ച് മണൽ മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൂക്കളത്തിൻ്റെ വരയും കുറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം കളർ മിക്സ് ചെയ്യാനുള്ള പരിപാടിയായിട്ടോ. പക്ഷേ കളർ എന്തോരം മിക്സ് ചെയ്തിട്ടും അങ്ങ് നമ്മൾ വിചാരിച്ച ആ കളറിലോട്ട് എത്തുന്നില്ലായിരുന്നു. കാരണം ഒരു പാക്കറ്റിൽ തന്നെ കുറച്ച് പൊടിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് നല്ല ടഫാണെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. പക്ഷെ പൂക്കളത്തിൻ്റെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ പറഞ്ഞു തരാം, എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാവേ ആ ട്വിസ്റ്റ് എന്താണെന്ന്. അങ്ങനെ ഞാനും കൂടി കേട്ടോ പൂക്കളം ഇടാനൊക്കെ. ഞാൻ ചുമ്മാ, എനിക്ക് മടിയായിരുന്നു, എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് പോയി തപ്പിയൊക്കെ ഇങ്ങനെ വെച്ച്. അതത്രയൊക്കെ ഉള്ളൂ. നമ്മളവിടെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കായതുകൊണ്ട് ഇടയ്ക്ക് ഇവിടെ വരും, ഇടയ്ക്ക് അങ്ങോട്ട് പോകും, അങ്ങനെ നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കളറൊക്കെ സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫിനിഷിങ്ങിലേക്ക് പോവാം എന്നിങ്ങനെ ഒരു ഇതിലേക്ക് വന്നു. പൂക്കളം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു പ്രത്യേകതരം സാധനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തു. അച്ചു അവിടെ പിങ്ക് കളറെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിക്കും ആ വൈറ്റ് കളർ മണലാണ് കേട്ടോ. അതായത് നമ്മുടെ ഇവിടെ കാണുന്ന ലക്ഷദ്വീപിൽ കാണുന്ന മണലാണ്. അത് കറക്റ്റ് വൈറ്റ് കളർ ആയതുകൊണ്ട് അതങ്ങ് എടുത്തുവെന്നേ ഉള്ളൂ. പൂക്കൾ ഓൾമോസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും അടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് കാണാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഔട്ട്പുട്ട്. പക്ഷേ എല്ലാം കളറായതുകൊണ്ട് ആ ഒരു ഇത് വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ട്വിസ്റ്റ് ഇനിയാണ് ഗൈസ് വരാൻ പോകുന്നത്. ഞങ്ങൾ പോയി ഫ്രഷായി കുളിച്ചൊരുങ്ങി തിരിച്ച് വന്നപ്പം നമ്മുടെ പൂക്കളം കാക്ക തിന്ന ഗൈസ്. ഒന്നും പറയാനില്ല. ഞങ്ങൾ വിചാരിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് വന്ന് നിന്നപ്പം പൂക്കളം മൊത്തം കാക്ക കൊത്തിക്കൊണ്ടുപോയി എന്ന് അറിഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഫ്ലോപ്പായെന്ന്. അത് കാക്ക കൊത്താൻ കാരണം ഞങ്ങൾ ഇടയ്ക്ക് കൊണ്ടുപോയി ആ വൈറ്റിന് പകരം ഇച്ചിരി മൈദയൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇന്ന് നമുക്ക് ഫുഡിൻ്റെ പരിപാടിയിലേക്ക് പോകാം. അങ്ങനെ ഉച്ചയായി. ഞങ്ങൾ ഫുഡ് എല്ലാവർക്കും കൊടുക്കാമെന്നൊരു തീരുമാനത്തിലെത്തി. അതിനു മുന്നേ നമ്മുടെ താത്തയും കോയക്കയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കോയക്കയൊക്കെ നാട്ടിലായിരുന്നു, നാട്ടിൽ നിന്ന് വന്നു. അവർ കറക്റ്റ് ഓണത്തിൻ്റെ തലേന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയി വിളിച്ച് അപ്പം തന്നെ വന്നു. ഇവിടെയൊക്കെ പച്ചക്കറിക്ക് നല്ല ടൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു പച്ചക്കറി കിട്ടുമെന്ന്. കറക്റ്റ് കോയക്ക തലേന്ന് വന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ അടിപൊളിയായിട്ട് വെച്ചു. പിന്നെ എല്ലാ കാര്യത്തിനും താത്തയുണ്ട്, കോയക്ക ഉണ്ടായിരുന്നു. കോയക്ക പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരാൾ തന്നെയാണ്. കാരണം നമ്മുടെ എല്ലാ കാര്യത്തിലും അത്രയധികം സപ്പോർട്ട് നിൽക്കുന്ന ഒരാൾ കോയക്ക തന്നെയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ വിളമ്പി ഇലയിലേക്കാക്കി എല്ലാവരും പയ്യെ ഇരിക്കാം എന്നൊരിതിലേക്ക് വന്നു.
അച്ചു അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അച്ചു മാത്രമല്ല, അച്ചു വിളമ്പുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കും, അല്ലാത്ത സമയത്ത് അച്ചു വീഡിയോ എടുക്കും, അങ്ങനെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇലയിലേക്ക് കറികളെല്ലാം വിളമ്പി ഇനി എല്ലാവരും ഇരിക്കാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. അതായത് എല്ലാവരും ഇരിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ ബാക്കിൽ ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് പട്ടിഷയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അമാൻ വന്നിട്ടോ, കോയക്കയുടെ മോനാണ്. അപ്പം ആളും അത്യാവശ്യം ആക്റ്റീവാണ്, ഭയങ്കര കോമഡിയാണ്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ തമാശ രീതിയിൽ പറയുന്നുണ്ട്, എടാ നീ ഫേമസ് ആയടാ, നീ നാളെ യൂട്യൂബ് ചാനലിലൊക്കെ കയറാൻ പോവുക എന്നൊക്കെ ഞാൻ ഇങ്ങനെ തമാശ രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും പയ്യെ പോയി ഇരുന്നേ. അപ്പോൾ അച്ചുവാണ് വിളമ്പിൻ്റെ ആൾ. അതായത് അച്ചുവിന് ഭയങ്കര ആഗ്രഹമാണ് അച്ചു വിളമ്പണം എന്നുള്ളത്. അപ്പോഴത്തേക്കും നമ്മുടെ അമാനും വന്ന് കൈയൊക്കെ കഴുകി വന്നിരുന്നു കേട്ടോ. ചേച്ചി അവിടെ ഇരുന്നുകൊണ്ട് ഹാപ്പി ഓണം എന്നൊക്കെ പറയുന്നുണ്ട്, കോയൊക്കെ അങ്ങനെയൊക്കെ തന്നെ പറയുന്നുണ്ട്. കെൻസക്കുട്ടിക്കാണെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അവർ വന്നതല്ലേ ഉള്ളൂ, അപ്പോൾ ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് അതിൻ്റെ ക്ഷീണമുണ്ട്. പിന്നെ അച്ചു വന്ന് ചോറൊക്കെ എല്ലാവർക്കും വിളമ്പി. അച്ചു പ്രത്യേകം പറയുന്നുണ്ട്, ചോറ് വിളമ്പുന്നതിൻ്റെ വീഡിയോ എടുക്കണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും എനിക്ക് കൊണ്ട് ചോറൊക്കെ വിളമ്പി. അപ്പോഴത്തേക്കും ദീപോണം വന്ന് പരിപ്പൊഴിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ആ പരിപ്പ് അങ്ങനെ അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഓണമല്ലേ കഴിച്ചോ എന്നും പറയാണ്ട് കുറച്ച് സൈഡിൽ വെച്ച് തന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യത്തെ ഉരുള നിങ്ങൾക്ക് തന്നെ തരാം എന്ന് ഞാൻ തീരുമാനിച്ചു. എന്തായാലും നിങ്ങളോടും എല്ലാവരോടും ഹാപ്പി ഓണം കേട്ടോ. എല്ലാവരും സദ്യയൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ താത്തയുടെ മോളെ വിളിച്ച് നമ്മൾ സദ്യ കഴിക്കുന്നതൊക്കെ കാണിച്ചു കൊടുത്തു. ആൾ നാട്ടിലാണ്, ആൾക്ക് ലീവൊന്നും ഇല്ലാത്തത് കൊണ്ട് വരാൻ പറ്റിയൊന്നുമില്ല. മാത്രമല്ല ഇവിടെ അത്ര ഓണം അത്ര സ്പെഷ്യലായിട്ട് ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ അല്ല. അതുകൊണ്ട് ഈ ഓണത്തിൻ്റെ കൂടെ തന്നെയാണ് ഇവർക്ക് നബിദിനം കേട്ടോ. നബിദിനത്തിൻ്റെ വ്ലോഗ് എന്തായാലും ഉടനെ ഞാൻ ഇറക്കുന്നതായിരിക്കും. ഇവിടെ നബിദിനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ പ്രത്യേകിച്ച് പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത വ്ലോഗിൽ എന്തായാലും നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ സദ്യയൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ലായിരുന്നു. ഞങ്ങൾ വെച്ച കൊണ്ട് ഞങ്ങൾ പറയുമല്ല, പക്ഷെ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു, എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു. അത് തന്നെ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ചേട്ടനാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറച്ച് പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും. അത് വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം നമ്മളെക്കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന് അവർക്കത്ര ഇതില്ലായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം കോയക്കയുടെ റിവ്യൂ ഒന്ന് കേട്ട് നോക്കിയാലോ. ഓണസദ്യ അതിഗംഭീരം. അങ്ങനെ നമ്മൾ വിളിച്ച ഓരോ ആൾക്കാർ വെച്ച് പയ്യെ ഫുഡ് കഴിക്കാനൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. ഇതൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഓരോ ആൾക്കാരാണ്. അവർക്കൊക്കെ ഫുഡൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ശിബുവണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു, ശിബുവണ്ണൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ അടുത്തുള്ള താത്തയും ഇക്കയൊക്കെ വന്നു, അവരുടെ കുട്ടികളൊക്കെ വന്നു. അവർക്കൊക്കെ ആണെങ്കിലും ഫുഡൊക്കെ ഒരുപാട് ഇഷ്ടമായി. എന്താ പറയുക, അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. എല്ലാവരും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് നിന്ന് പോയത്. പിന്നെ തുടങ്ങി ഗൈസ്, അവിടെ ഡാൻസായി പാട്ടായി, ഒന്നും പറയാനില്ല. കോയക്ക വൈബായിരുന്നു, കോയക്ക ഒരു രക്ഷയില്ലായിരുന്നു. കോയക്ക ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഓരോരോ സ്റ്റെപ്പൊക്കെ ഇട്ട് അതൊരു വൈബായിരുന്നു. ഈ ഇക്കയും താത്തയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഓണസദ്യ പോലും കഴിക്കണത്. നമ്മുടെ അടുത്തുനിന്ന് കഴിക്കാനുണ്ടായത് നമ്മുടെ ഭാഗ്യം. പിന്നെ എൻ്റെ കുറച്ച് ഡാർക്ക് ഷോയൊക്കെ തുടങ്ങി ഗൈസ്, ഒന്നും പറയാനില്ല. വെറുതെ ബോറടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം എനിക്കുണ്ടാകുന്ന ചെറിയൊരു പിരിമുറുക്കം എന്ന് വേണമെങ്കിൽ പറയാം. അതിനി വീണ്ടും ഞങ്ങൾ പുറത്ത് പോയി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും നല്ല ടയേർഡായി. കാരണം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേ ഏകദേശം ഒരു 3:30 മണിയൊക്കെ ആയി. അപ്പോഴത്തേക്കും എല്ലാവരും കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ്, ദീപോണ്ണനാണെങ്കിൽ കാര്യമൊക്കെ പറഞ്ഞ് എല്ലാവരും പയ്യെ പോകാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തെ കുറേ സംസാരത്തിന് ശേഷം ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങി ഗൈസ്. എന്നിട്ട് ഞങ്ങൾ എണീക്കുന്നത് 4:30 ആയപ്പോഴാണ്. അപ്പോഴത്തേക്ക് ഇക്ക വന്ന് വിളിക്കുമ്പോഴാണ് ഞങ്ങൾ എണീക്കണത്. ഇക്ക വന്ന് വിളിച്ചു.
പിന്നെ ഞങ്ങൾ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് സുമയത്താത്തയും നമ്മുടെ ഉമ്മയും ഉമ്മയുടെ മോളും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ മെയിൻ ആൾ വന്നിട്ടില്ല, അവൾ വരാൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. പക്ഷെ അവൾ വന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെയാണ് പോയത്. ഫാത്തിമ അവൾ വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടൊക്കെയാണ് പോയത്. പക്ഷെ അവരൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഓണം ഇതോടുകൂടി വളരെ ഭംഗിയായി ഞങ്ങൾ അവസാനിപ്പിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും ഹാപ്പി ഓണം.